മക്കൾ എനിക്ക് നേരെ പറഞ്ഞിരുന്നത്, അയ്യോ നീ ദാൽമേഷ്യൻ നായയെ പോലെ കാണുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്റെ അടുത്ത പരീക്ഷയിൽ ഇരിക്കാനാവില്ല, കാരണം നിനക്ക് സാരീല ചർമ്മമാണ്. അനേകം പേർ എന്നെ നോക്കിയിരുന്നു. അപ്പോൾ എന്റെ ആത്മവിശ്വാസം കുറവായി പോയി. എനിക്ക് ചില ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അവർ വരികയും എന്റെ മാതാപിതാക്കളോട് പറയുകയും ചെയ്തിരുന്നു, ഹാ ഇവളെ പോലുള്ളവരെ കിട്ടും, അല്ലെങ്കിൽ ഇവൾക്ക് വിറ്റിലിഗോ ഉണ്ടാകിയാൽ വിവാഹം കഴിക്കാൻ കഴിയില്ലേ എന്നറിയില്ല. സമൂഹം എല്ലാവരും പൂർണ്ണമായിരിക്കണം എന്ന് കരുതുന്നു, പക്ഷേ പൂർണ്ണതയ്ക്ക് യാതൊരു നിർവചനവും ഇല്ല. ഞാൻ തീരുമാനിച്ചു എന്റെ സ്വമൂല്യത്തെ ഞാൻ എന്റെ രൂപത്തിൽ ബന്ധിപ്പിക്കരുത് എന്ന്. 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോയി അച്ഛനോട് പറഞ്ഞു, ഹായ് ഗൈസ്, ഞാൻ ആസ്തഷ ആണ്. ഞാൻ ഇപ്പോൾ HDFC ബാങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റായി ജോലി ചെയ്യുന്നു. കൂടാതെ ഞാൻ ഒരു ഡിജിറ്റൽ ക്രിയേറ്ററുമാണ്. എനിക്ക് വിറ്റിലിഗോ എന്ന ചർമ്മരോഗമുണ്ട്. വിറ്റിലിഗോ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. വിറ്റിലിഗോ എന്നത് ഒരു ചർമ്മരോഗമാണ്. അതിൽ നിങ്ങളുടെ ചർമ്മത്തിന് നിറം നൽകുന്ന സെല്ലുകൾ പ്രവർത്തനം നിർത്തുന്നു. അവയെ മെലനോസൈറ്റുകൾ എന്ന് വിളിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ചർമ്മം നിറം നഷ്ടപ്പെടുന്നു. അത് വെളുപ്പായി മാറുന്നു. ഇത് പാച്ചുകളായി നിറം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമാകെ പടർന്നു പോകാം. ഇന്ന് ഞാൻ എന്റെ വിറ്റിലിഗോ യാത്രയും ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നതും ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം എന്താണെന്നും പറയാനാണ് പോകുന്നത്. ഞാൻ 8 വയസ്സായിരിക്കുമ്പോൾ എനിക്ക് വിറ്റിലിഗോ എന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ആദ്യമായി എന്റെ മാതാപിതാക്കൾ അത് കണ്ടപ്പോൾ എന്താണ് നടക്കുന്നത് എന്നതിൽ ഞങ്ങൾ വളരെ സംശയത്തോടെയായിരുന്നു. അതിനാൽ ഞങ്ങൾ ഡോക്ടറെ സന്ദർശിച്ചു. ഡോക്ടർ ഞങ്ങൾക്ക് ചില മരുന്നുകൾ നൽകി. നിങ്ങൾക്ക് വീട്ടിൽ പോയി ഈ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി അത് ചെയ്തു. പക്ഷേ അച്ഛൻക്ക് എന്തോ ഒന്ന് ശരിയല്ലെന്ന് തോന്നി. അതിനാൽ അദ്ദേഹം ഓൺലൈനിൽ ഗൂഗിൾ ചെയ്തു. അപ്പോൾ എനിക്ക് വിറ്റിലിഗോ എന്ന ചർമ്മരോഗം ഉണ്ടെന്ന് കണ്ടെത്തി. അടുത്ത ദിവസം ഞങ്ങൾ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറി. ഇത് വിറ്റിലിഗോ ആണെന്ന് നിങ്ങൾ ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒരു വരി മാത്രം പറഞ്ഞു, ഒരു കുട്ടിക്ക് വിറ്റിലിഗോ ഉണ്ടെന്ന് അറിയുമ്പോൾ മാതാപിതാക്കൾ എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് എനിക്ക് അറിയാം. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അതൊരു വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. അത് ഞങ്ങൾക്ക് ഒരു ഭയാനക സ്വപ്നം പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാണ് എന്റെ ആത്മവിശ്വാസത്തിന്റെ മുഖം. അവിടെ അന്നത്തെ എന്റെ ദിവസങ്ങൾ, എന്റെ ബാല്യം മുഴുവൻ മരുന്നുകൾ കഴിക്കുന്നത്, സ്കൂളിൽ പോകുന്നത്, ഡോക്ടറെ കാണുന്നത്, പിന്നെ വീട്ടിൽ വന്നു ഉറങ്ങുന്നത് എന്നിങ്ങനെയായിരുന്നു. അത് തന്നെയായിരുന്നു എന്റെ ജീവിതം. ഞങ്ങൾ പല ക്ഷേത്രങ്ങളിലും പോകാറുണ്ടായിരുന്നു. ജനങ്ങൾ പറയുമായിരുന്നു, ഈ ക്ഷേത്രത്തിൽ പോയാൽ അല്ലെങ്കിൽ ആ ജ്യൂസ് കുടിച്ചാൽ രോഗം മാറും. ഇവയെല്ലാം നിങ്ങൾ കുറഞ്ഞത് 6 വർഷം വരെ ശ്രമിച്ചു. സ്കൂളിൽ എനിക്ക് വളരെ അധികം ദ്വേഷപരമായ കമന്റുകൾ കിട്ടിയിട്ടുണ്ട്. ചിലർ പറയുമായിരുന്നു, അയ്യോ നീ ദാൽമേഷ്യൻ നായയെ പോലെ കാണുന്നു, അല്ലെങ്കിൽ നിനക്ക് സാരീല ചർമ്മം ഉണ്ടല്ലോ, പരീക്ഷയിൽ നിന്റെ അടുത്ത് ഇരിക്കാനാവില്ല. ഇവയൊക്കെ എനിക്ക് വളരെ വേദനയുണ്ടാക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ പോയി കരയുമായിരുന്നു. പക്ഷേ പുതിയൊരു ദിവസം ഉണരേണ്ടതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനാൽ അതിനെ അത്രയും ബാധിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. അപ്പോൾ കുറെ ബന്ധുക്കൾ വന്നിട്ട് എന്റെ മാതാപിതാക്കളോട് പറയുമായിരുന്നു, ഹാൻ ഇവളെ പോലുള്ളവരെ കിട്ടും, അല്ലെങ്കിൽ ഇവൾക്ക് വിറ്റിലിഗോ ഉണ്ടല്ലോ, അതിനാൽ വിവാഹം കഴിക്കാൻ കഴിയില്ലെങ്കിൽ എന്തു ചെയ്യും? ജനങ്ങൾക്ക് ഇതുപോലുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്, നിങ്ങൾക്ക് വിറ്റിലിഗോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കും തീർച്ചയായും വിറ്റിലിഗോ വരും എന്ന്. അത് അങ്ങനെ അല്ല. അതിന് ഒരു സാധ്യതയുണ്ട്, ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് തീർച്ചയായും വിറ്റിലിഗോ വരും എന്നില്ല. അതും ശരി, നിങ്ങളുടെ കുട്ടിക്ക് വിറ്റിലിഗോ വന്നാലും വിറ്റിലിഗോ ഇല്ലാത്തതും ഉള്ളതും 2 വ്യത്യസ്ത സാഹചര്യങ്ങളാണോ? നാം എല്ലാവരും ഒരേ ആളുകളാണ്. എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഞാൻ പരീക്ഷിച്ചു. അലോപ്പതി, ഹോമിയോപ്പതി എല്ലാം ഞാൻ പരീക്ഷിച്ചു. എനിക്ക് ഒരു ക്രീം കൊടുക്കാറുണ്ടായിരുന്നു. അതു ഞാൻ എന്റെ പാടുകളിൽ പുരട്ടിയിട്ട് സൂര്യനിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. UV ലൈറ്റ് പോലും ഞാൻ പരീക്ഷിച്ചു. ഇവയിലേറെയും ഞാൻ പരീക്ഷിച്ചു. പക്ഷേ 6 വർഷം കഴിഞ്ഞ് ഞാൻ അച്ഛനോട് പോയി പറഞ്ഞത് ഓർമ്മയുണ്ട്, എനിക്ക് ഈ മരുന്ന് എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ എനിക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ദയവായി ഇതെല്ലാം നിർത്താമോ? എന്റെ അച്ഛൻ അതിൽ പൂർണ്ണമായും സമ്മതിച്ചു. അവൻ പറഞ്ഞത്, അതെ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും അച്ഛൻ എനിക്ക് ഒരു കാര്യമാണ് പറയാറുണ്ടായിരുന്നത്, നിന്റെ രൂപത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. നീ ജീവിതത്തിൽ വിജയിച്ച ദിവസം ആരും നിന്റെ രൂപത്തെക്കുറിച്ച് നോക്കിയിരിക്കില്ല. നീ നിന്റെ ജീവിതം ജീവിക്കൂ. എന്റെ അമ്മയെയും അച്ഛനെയും സഹോദരനെയും കുടുംബത്തെയും അഭിനന്ദിക്കുന്നു. എന്റെ മുഴുവൻ യാത്രയിലുടനീളം ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയവരാണ് അവർ. ഞാൻ അച്ഛനോട് മരുന്ന് നിർത്തണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സമ്മതിച്ചു. ഞാൻ മരുന്ന് പൂർണ്ണമായും നിർത്തി. ഞാൻ സന്തോഷത്തോടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി.
ആദ്യകാലത്ത് ഞാൻ എന്റെ ചർമ്മം പ്രദർശിപ്പിക്കാറില്ലായിരുന്നു. ഞാൻ മുഴുവൻ കൈയുള്ള ഷർട്ടുകളും പാന്റുകളും ധരിക്കാറായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എന്നെ സ്വീകരിക്കണം എന്ന്. എന്റെ അമ്മ എന്നോട് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. സ്ലീവ്ലെസ് ഡ്രസ്സും ഷോർട്ട്സും ധരിച്ച് പുറത്തു നടക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ, എങ്ങനെയാണെന്ന് കാണൂ. അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ പലരും എന്നെ നോക്കി സ്റ്റെയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്റെ ആത്മവിശ്വാസം കുറവായി. പക്ഷേ ഞാൻ അത് പതിവായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒന്നും തെറ്റില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ആർക്കെങ്കിലും പുറം പ്രശ്നമുണ്ട്, ആർക്കെങ്കിലും പുറം പ്രശ്നമില്ല. പക്ഷേ അതിൽ ഒന്നും തെറ്റില്ല. മുൻപ് ഞാൻ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഭക്ഷണത്തിൽ വളരെ നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ മരുന്ന് നിർത്തിയതിനു ശേഷം ഞാൻ എല്ലാം കഴിക്കാനും കുടിക്കാനും തുടങ്ങി. എനിക്ക് പെപ്സി വളരെ ഇഷ്ടമായിരുന്നു. ആ 6 വർഷം ഞാൻ ഒരു തുള്ളി പെപ്സിയും കുടിക്കാൻ കഴിഞ്ഞില്ല. മരുന്ന് നിർത്തിയ ഉടനെ ആദ്യമായി പെപ്സി കുടിച്ച സമയം എനിക്ക് അത്രയും വ്യത്യസ്തമായി തോന്നി. അതെ, അതാണ് സത്യം. അങ്ങനെയാണ് എല്ലാം ആരംഭിച്ചത്. ഞാൻ എന്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ നൽകാൻ തുടങ്ങി. ഞാൻ തീരുമാനിച്ചു, എന്റെ സ്വമൂല്യത്തെ ഞാൻ എന്റെ രൂപത്തിൽ മാത്രം ബന്ധിപ്പിക്കരുത്. എന്റെ വ്യക്തിത്വത്തിലും കരിയറിലും ജീവിതത്തിൽ ഞാൻ നേടാൻ ആഗ്രഹിക്കുന്നതിലുമാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്. 10ാം ക്ലാസ്സിൽ ഞാൻ നല്ല മാർക്ക് നേടി. 12ാം ക്ലാസ്സിൽ ഞാൻ അതിലും മികച്ച മാർക്ക് നേടി. ഞാൻ പരീക്ഷ എഴുതിയ ഉടനെ തന്നെ എനിക്ക് സ്കോളർഷിപ്പുകൾ ലഭിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ മികച്ചതായി തുടങ്ങി. അതിനാൽ മരുന്ന് നിർത്തിയതിലൂടെ ഞാൻ നല്ലൊരു തീരുമാനമാണ് എടുത്തതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം വിറ്റിലിഗോയ്ക്ക് ശാസ്ത്രീയമായ ഒരു ചികിത്സയില്ലെന്ന് എനിക്ക് അറിയാം. 12 മുതൽ 13 വർഷങ്ങൾക്കു ശേഷം എന്റെ വിറ്റിലിഗോ സ്വാഭാവികമായി എന്റെ ശരീരമാകെ വ്യാപിച്ചു. നിങ്ങൾക്ക് കാണാം, എന്റെ ശരീരമാകെ വിറ്റിലിഗോ സമമായി വ്യാപിച്ചിരിക്കുന്നു. ജനങ്ങൾ ഇപ്പോൾ എനിക്ക് വിറ്റിലിഗോ ഇല്ലെന്ന് കരുതുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും വിറ്റിലിഗോ ഉണ്ട്. അത് ശരീരമാകെ സമമായി വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് മാത്രം. 2019 എന്റെ കഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം എന്റെ കഥയിലൂടെ ആളുകളെ പ്രചോദിപ്പിക്കണമെന്നത് എപ്പോഴും എന്റെ ആഗ്രഹമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ പോലും എന്റെ കഥയെ നല്ല രീതിയിൽ സ്വീകരിച്ചാൽ എനിക്ക് അത്ഭുതകരമായ അനുഭവമായിരിക്കും. അവിടെ ഞാൻ നിരവധി ആളുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. അവരിൽ ചിലർ ഇൻസ്റ്റഗ്രാമിൽ എന്നോട് സന്ദേശം അയച്ച് ദയവായി എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്റെ കുടുംബം അത്ര. അതായത് അവർ വളരെ പരമ്പരാഗതരാണ്. അവർ വിറ്റിലിഗോയെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നില്ല. അതിനാൽ ദയവായി എന്നെ സഹായിക്കാമോ എന്നുമാണ് ചിലർ ചോദിച്ചത്. ഗ്രാമപ്രദേശങ്ങളിലുള്ള ഈ ആളുകളുമായി സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അമ്മ പറഞ്ഞത്, നീ നിന്റെ വിറ്റിലിഗോ സ്വയം ഭേദമാക്കാൻ കഴിയില്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പിന്തുടരാൻ ഞാൻ അനുവദിക്കില്ല എന്നായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. മറ്റൊരു കുട്ടി പറഞ്ഞത്, എന്റെ അമ്മ എന്റെ പാടുകളിൽ ചൂടുള്ള മെഴുക് പുരട്ടി അത് കത്തിച്ചാൽ വിറ്റിലിഗോ ഭേദമാകും എന്ന് കരുതുന്നു. ഞാൻ ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: വിറ്റിലിഗോ ഉണ്ടാകുന്നത് സാധാരണമായ കാര്യമാണ്. ഇത് വെറും ഒരു ചർമ്മരോഗം മാത്രമാണ്. വളരെയധികം ആളുകൾ വിറ്റിലിഗോയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ട്. അതായത് ഇത് പകർച്ചവ്യാധിയാണെന്ന്, ജീവൻ അപകടം ഉണ്ടാക്കുന്നതാണെന്ന്, കാൻസർ ആണെന്ന് എന്നിങ്ങനെയാണ്. അത് അങ്ങനെ അല്ല. മീനും പാലും കഴിച്ചതുകൊണ്ടല്ല ഇതുണ്ടാകുന്നത്. ഇത് പൂർണ്ണമായും, അതായത് ഇത് സാധാരണമായ കാര്യമാണ്. ആർക്കും വിറ്റിലിഗോ ഉണ്ടാകാം, അതിൽ തെറ്റൊന്നുമില്ല. ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ ഉപേക്ഷിക്കുന്നു. അവർ കുട്ടികളെ ഏതെങ്കിലും ചടങ്ങുകളിലേക്കോ മറ്റോ കൊണ്ടുപോകാറില്ല. അവരുടെ ചർമ്മരോഗം മറയ്ക്കാൻ ആഗ്രഹിക്കുന്നതിനാലാണ്. ദയവായി, എനിക്ക് തോന്നുന്നു ആളുകൾ ഇത് ഉടൻ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ വിറ്റിലിഗോയെക്കുറിച്ച് സംസാരിക്കുന്നത്. വിറ്റിലിഗോ വളരെ മോശമായതോ വലിയ പ്രശ്നമായതോ ആണെന്ന് ആളുകൾ കരുതുന്ന ആ സ്റ്റെറിയോടൈപ്പ് ഞാൻ തകർക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പൂർണ്ണമായും ശരിയാണ്. ഇത് ഒരാളുടെ മാനസികാവസ്ഥയെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതിനാലാണ് വിറ്റിലിഗോ ഉള്ളവർക്കായി നിങ്ങൾ കൂടെയിരിക്കണം. ഞാൻ റോഡിലൂടെ നടക്കുമ്പോഴും ആളുകൾ വെറുതെ നോക്കിയിരുന്നുവെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ ആ വ്യക്തിയോട് ചെന്നു, നീ വളരെ സുന്ദരിയാണ് എന്ന് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. അത് ചികിത്സിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഉപദേശം നൽകേണ്ടതില്ല. അത് ഒരാളെ സഹായിക്കാൻ വഴിയല്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്ക് വ്യത്യസ്തനാണെന്ന് തോന്നിപ്പിക്കും. ഞാൻ കണ്ണാടിയിൽ എന്നെ നോക്കി സൗന്ദര്യം എല്ലാം അല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾ സ്വയം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനമായത്. സമൂഹം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതല്ല. സമൂഹം എല്ലാവരും പൂർണ്ണമായിരിക്കണം എന്ന് കരുതുന്നു. പക്ഷേ പൂർണ്ണതയ്ക്ക് ഒരു നിർവചനവും ഇല്ല. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്.
നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളെ സ്വയം അംഗീകരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. അത്ര ബുദ്ധിമുട്ടുള്ളതുമല്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ ആളുകൾ എന്നെ നോക്കി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ദ്വേഷപൂർണമായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പല സാഹചര്യങ്ങളിലും ഉയരുകയും താഴുകയും ചെയ്യാം. പക്ഷേ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാൻ സമൂഹത്തിനായി അല്ല എന്റേതായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് നിങ്ങളെക്കുറിച്ചാണ്, മറ്റാരെയും കുറിച്ചല്ല. അങ്ങനെ 2021 മാർച്ചിൽ ഈ വർഷം ഞാൻ വിറ്റിലിഗോയെ കുറിച്ചുള്ള ഒരു റീൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതൊരു വർഷങ്ങളായുള്ള മാറ്റമായിരുന്നു. ആ റീൽ വളരെ നല്ല പ്രതികരണം നേടി. ആളുകൾ അതിനെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ യാത്ര ആരംഭിച്ചത്. പ്രേരണാപരമായ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി നൃത്തം, പെയിന്റിംഗ്, എൻ്റെ ഹോബികളും പോസ്റ്റ് ചെയ്താൽ നല്ല പ്രതികരണം ലഭിക്കും. കാരണം ആളുകൾ ചിന്തിക്കും അവൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു, കാണൂ എത്ര നന്നായി അവൾ മുന്നോട്ട് പോവുകയാണ്. അത് വിറ്റിലിഗോയെ കുറിച്ച് മാത്രമല്ല, എല്ലാം കുറിച്ചുമാണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിങ്ങളായിരിക്കാൻ കഴിയും. നിങ്ങൾ വളരെ വലുതായാലും അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യവാനായാലും നിങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിങ്ങളെ തന്നെ അവതരിപ്പിക്കാം. അതിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് ഇത് ആരംഭിച്ചത്. ഇന്നും ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്നും എനിക്ക് നെഗറ്റീവ് കമന്റുകൾ ലഭിക്കാറുണ്ട്. ജീവിതം അത്ഭുതകരമല്ല കാരണം ഞാൻ സർജറി ചെയ്തതാണോ, ചർമ്മം ബ്ലീച്ച് ചെയ്തതാണോ എന്ന് കരുതുന്നു. പക്ഷേ അതല്ല സത്യം. എനിക്ക് ഇപ്പോഴും വിറ്റിലിഗോ ഉണ്ട് സുഹൃത്തുക്കളെ. അത് സ്വാഭാവികമായാണ് വ്യാപിച്ചത്. എൻ്റെ കഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയ ഏക കാരണം സമൂഹം വിറ്റിലിഗോ സാധാരണമായ ഒന്നാണെന്ന് അറിയേണ്ടതാണെന്ന് മാത്രമാണ്. വിറ്റിലിഗോയെ കുറിച്ച് പലരും ഒരു സ്റ്റീരിയോടൈപ്പായും അപമാനകരമായതായും കാണുന്നു. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. വിറ്റിലിഗോ ഉണ്ടാകുന്നത് പൂർണ്ണമായും സാധാരണമാണ്. ഇത് വെറും ഒരു ചർമ്മരോഗം മാത്രമാണ്. പലർക്കും ഇത് വിറ്റിലിഗോയെ കുറിച്ച് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ബോഡി പോസിറ്റിവിറ്റി സംബന്ധിച്ച കാര്യങ്ങൾക്കുമാണ്. ആർക്കെങ്കിലും വ്യത്യസ്തമായ ആകൃതി, വലിപ്പം, നിറം എന്നിവയുണ്ടെങ്കിൽ അതെല്ലാം ഒക്കെ ശരിയാണ്. പലരും തങ്ങളുടെ ശങ്കകളിൽ ഒളിച്ചിരിക്കുകയും ഇതെല്ലാം കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ തങ്ങളെ മറ്റാർക്കും കാണിക്കാനും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ വിഷമിക്കേണ്ട, മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾ ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ വേണ്ടി മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനു വേണ്ടിയല്ല. നിങ്ങൾക്ക് ചില ദിവസങ്ങൾ ദുഃഖകരമായിരിക്കും, ആത്മവിശ്വാസം കുറയുകയും ഒന്നും സംസാരിക്കാൻ മനസ്സില്ലാതിരിക്കുകയും ചെയ്യും. പക്ഷേ വീണ്ടും നിങ്ങൾ തന്നെ തിരികെ വരണം, നിങ്ങളെ തന്നെ നോക്കണം. ഇത് നിങ്ങളുടെ വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് ഈ ലോകത്ത് മറ്റാർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് മാത്രം. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വേണ്ടി മാത്രമാണ്, മറ്റാർക്കും വേണ്ടിയല്ല. ജോഷ് ടോക്സ് ഇനി സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റാണ്. ഞങ്ങളുടെ ടോക്സിന്റെ ഓഡിയോ പതിപ്പ് ഇനി സ്പോട്ടിഫൈയിൽ മാത്രം ലഭ്യമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ജോഷ് ടോക്സ് പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈയിൽ മാത്രം ഫോളോ ചെയ്യൂ. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പ്രചോദനവും മോട്ടിവേഷനും ലഭിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും സ്വപ്നങ്ങൾ പൂർത്തിയാക്കി വിജയിച്ചേക്കാം. പക്ഷേ നമ്മിൽ ചിലർക്ക് മാത്രം ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ജോലിയും ലക്ഷ്യങ്ങളും നേടുന്നതിൽ വിജയിക്കുന്നവർക്കെല്ലാം ഒരു പൊതു കഴിവ് ഉണ്ട്. അതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ്. സുഹൃത്തുക്കളെ, ഈ സ്കിൽ മാസ്റ്റർ ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ജോഷ് സ്കിൽസിൽ നിങ്ങൾക്ക് 1/1 വൊക്കാബുലറി, വ്യാകരണ പരിശീലനങ്ങൾ, റീഡിംഗ്, റൈറ്റിംഗ് പ്രാക്ടീസുകൾ എന്നിവയിലൂടെ നിങ്ങളുടെ പോലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായി ഓൺലൈനിൽ ലൈവ് ഇംഗ്ലീഷിൽ സംസാരിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷിനെ വേൾഡ് ക്ലാസ് ആക്കാം. ഇന്ന് തന്നെ നിങ്ങളുടെ വിജയത്തിലേക്ക് ആദ്യപടി വയ്ക്കൂ. ഇന്ത്യയിലെ നമ്പർ 1 സ്പോക്കൺ ഇംഗ്ലീഷ് ആപ്പ് ജോഷ് സ്കിൽസിനൊപ്പം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞങ്ങളോട് പറയൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.